ചെറിയ ഷോപ്പിങ്ങിനാണ് പോണേ. മാളൂന് ചെറിയ ഫയലൊക്കെ മേടിക്കാനുണ്ട്. പിന്നെ പുതിയൊരു നെസ്റ്റോ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പുതിയൊരു വിശേഷം, ഇയാള് സ്വന്തമായിട്ട് തയ്ച്ച ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അമ്മ തന്നെ തയ്ച്ച ഉടുപ്പാണേ. ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്ന നെസ്റ്റോ. 3 ദിവസമായിട്ടുള്ളൂ തോന്നുന്നു കേട്ടോ തുറന്നിട്ട്. നമ്മൾ നെസ്റ്റോയിലെത്തി. നല്ല തിരക്കുണ്ട്. പുതിയ ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലേക്കാട്ടോ നമ്മൾ ആദ്യം പോയി. അവിടെ ഫർണിച്ചേഴ്സ്, വീട്ടുപകരണങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളപ്പോൾ മെയിനായിട്ട് മാളൂന് ഒരു കട്ടിലും കിടക്കയും നോക്കാനാണ് പോകണേ. മാളൂട്ടിക്ക് എപ്പോഴും ജലദോഷവും ചുമയൊക്കെ വരുന്നത് പൊടിയുടെ അലർജിയാണ്. അപ്പോൾ പഴയ കട്ടിലും കിടക്കയൊക്കെയാണ് പോകുന്നത്. കട്ടിൽ ഓൾറെഡി പോയിരുന്നു കേട്ടോ. അതിൻ്റെ കമ്പിയൊക്കെ മൊത്തം പോയിരുന്നു. മാറ്റണം എന്ന് വിചാരിച്ചിരിക്കുന്നു. കിടക്ക അതുപോലെ തന്നെ ഒത്തിരി പഴയതാട്ടോ. അപ്പോൾ അത് മാറ്റണം എന്ന് കുറേ നാളായിട്ട് ചിന്തിച്ചിരിക്കുമ്പോൾ ഡോക്ടർ പറയണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്താൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കിടക്കയും കട്ടിലും നോക്കാൻ വന്നേക്കും കേട്ടോ. ഈ കാണുന്ന സെറ്റായിട്ട് ആദ്യം നോക്കിയാൽ ഫസ്റ്റ് നമ്മൾ ബെഡ് മേടിക്കാം എന്ന രണ്ടും കൂടെ മേടിക്കുമ്പോൾ ബഡ്ജറ്റ് കൂടുതലാവുമല്ലോ. അപ്പോൾ ബെഡായിട്ട് ആദ്യം മേടിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇവിടെ പുതിയ തുടങ്ങിയടുത്ത് അനീഷേട്ടന ഒന്ന് വന്ന് നോക്കിയിരുന്നു ഫസ്റ്റ്. ആ ടൈമിങ്ങിൽ ഓഫറിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബെഡ് മേടിക്കുന്ന പൈസ ആവുന്നുള്ളൂ ഈ മൊത്തം സെറ്റ് മേടിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വന്ന് നോക്കി തട്ട് മാളൂന് പൊക്കമൊക്കെ സെറ്റ് ആവുമെന്നുള്ള കണ്ടപ്പോൾ ചെറുതാണെന്ന് തോന്നി തന്നെ മാളൂനെയും കൊണ്ട് ഒന്ന് നോക്കാമെന്നൊക്കെ വിചാരിച്ചു വന്നപ്പോൾ ഓക്കെ ആയിട്ട് മാളൂനത് കറക്റ്റ് പാകമാണ്. അങ്ങനെ അത് ഓർഡർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങളതിലേക്കൂടെയൊക്കെ നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ട്. സാധനങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ, അവർ അറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ ബെഡ് സെറ്റ് അത് ഓർഡർ ചെയ്തിട്ട് പോകുമ്പോൾ അവർ ഫ്രീ ഡെലിവറി ഉണ്ട് കേട്ടോ നമുക്ക്. പക്ഷേ ഇന്ന് തന്നെ കിട്ടില്ല. 15 ദിവസം 8 ദിവസം അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ദിവസത്തിൽ എത്തിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് ഓർഡർ എടുക്കാനായിട്ടുള്ള ആൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയം നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ആൾ വന്നപ്പോൾ അനീഷേട്ടനെ അങ്ങോട്ട് ഓർഡർ ചെയ്യാൻ പോയി കേട്ടോ. അവിടെ അവരുടെ കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആളും കൂടെ ഇതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ദേ ഇതൊക്കെ ഒരുപാട് ഭംഗിയുള്ള സാധനങ്ങൾ. ഇത് എന്തോ ഈ ടേബിളും വളരെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു ഫോട്ടോഷീറ്റ് എടുത്ത് വിചാരിച്ചു. ഞങ്ങൾ വെറുതെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അവിടെ നിന്ന് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. പിന്നെ ഞങ്ങളപ്പോഴത്തേനും ആൾ വന്നു. ബെഡിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. അപ്പോൾ ഇത് തന്നെ ഫിക്സ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. വലിയ കുഴപ്പമില്ലാത്തൊരു റേറ്റും നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു റേറ്റും ഇപ്പം അത്യാവശ്യമാണ്. ഇതൊരു ചേഞ്ചിങ്. കാരണം കൊച്ചിന് കുറേ ദിവസമായിട്ട് ഇങ്ങനെ മാറാതെ നിൽക്കുന്ന അലർജിയുടെ ആണല്ലോ. അപ്പോൾ പഴയ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബെഡ് ഒത്തിരി പഴയതായിട്ട് അത് പിന്നെ ഇച്ചിരി മോശമായി തുടങ്ങിയായിരുന്നു. അത് മാറ്റാൻ തന്നെ ഞങ്ങൾ വിചാരിച്ചിരിക്കുക. ഇങ്ങനെ പല സ്ഥലത്തും നോക്കിയിരിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ കണ്ടത്. അപ്പോൾ ഇത് തന്നെ ഫിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ അവരോട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ അവിടെ കൊണ്ടുതന്നു സെറ്റ് ചെയ്തൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ മൂലയൊക്കെ ആയിട്ട് കുറേ ഫ്ലവറുകൾ വലിയ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓറഞ്ചിൻ്റെ ചെടി പോലത്തൊരു ചെടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ കുറേ വലിയ ചെടികൾ, പൂക്കൾ, പിന്നെ ഇവിടെ കുറേ പാത്രങ്ങൾ, അങ്ങനെ കുറേ പാത്രങ്ങൾ, പ്ലാസ്റ്റിക്കിൻ്റെ വലിയ അടപ്പുള്ള സംഭവങ്ങളൊക്കെ, പിന്നെ കുഞ്ഞുങ്ങളുടെ ടേബിള്, അലമാര, പല പല സാധനങ്ങൾ അറേഞ്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ സൈഡിലായിട്ട് അവർ പാക്കിങ്ങും ഫിറ്റിങ്സും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ഇനി വരുമ്പോഴത്തേനും മൊത്തം ഓരോ സെറ്റൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് ഓരോ ഭംഗിയാക്കി വെക്കാൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ തുറന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ബെഡ് മാളൂന് മേടിച്ചു കേട്ടോ. ബെഡ് മേടിച്ചു. ഈ സോഫയൊക്കെ കാണാൻ നല്ല രസം. അറിയില്ല എന്തിനാ. പക്ഷെ അന്നേരം കിടക്കാൻ പറ്റില്ല. കിടക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല അതിന്. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടിച്ചു. പിന്നെ അവർ ഡെലിവറി ചെയ്തോളും.
10 ദിവസം അല്ലെങ്കിൽ 15 ദിവസത്തിൻ്റെ ഇടയിൽ ഡെലിവറി ചെയ്യും. ഇനി നെക്സ്റ്റ് ഫ്ലോറിലേക്ക് പോയിട്ട് അവിടെ തുണികൾ, ചെരുപ്പുകൾ, ബാഗുകൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ കുട്ടികളുടെ ഇഷ്ടംപോലെ കളക്ഷൻ, ഒരുപാട് കളക്ഷൻ, പുതിയ ഷോപ്പും കൂടി ആയാലും എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഷോപ്പിംഗ് മാളുകളിലൊക്കെ പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും അത് ചുളുങ്ങിക്കൂടിയും ആൾക്കാർ ഉപയോഗിച്ചിട്ട് പിന്നെ അവർ എടുത്തിടുന്നതാണല്ലോ. അപ്പം അങ്ങനെ ഒരു പഴമ തോന്നും. ഇത് പുതിയ ഷോപ്പായതുകൊണ്ട് എല്ലാം നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു കേട്ടോ. തുണിയുടെ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ സ്കൂൾ ഐറ്റംസ്, കുറേ പേനകൾ, പെൻസിലുകൾ, കളർ പെൻസിലുകൾ, അങ്ങനെ പല മോഡലുകളിലും ഇതൊക്കെ പെൻസിലും പേനയൊക്കെ ആട്ടോ. അതൊക്കെ നല്ല രസമുണ്ട്. പിന്നെ പെയിൻറ്റിങ്, സ്ലൈറ്റ്, ബോക്സ്, അങ്ങനെ എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. വാട്ടർ ബോട്ടിലൊക്കെ ഇരിക്കുന്നതാണ്, നല്ല രസമുണ്ട്. പിന്നെ ബാഗിൻ്റെ സെക്ഷൻ, ബാഗുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാളുവിന് ഫയൽ വേണമെന്ന് പറഞ്ഞ ഫയൽ നോക്കി, പക്ഷെ മാളു കണ്ടുവച്ചായിരുന്നു ഫയൽ ഇവിടെ ഇല്ല കേട്ടോ. അത് വേറൊരു ഷോപ്പിൽ കണ്ടുവച്ചിട്ടുണ്ട്. അതെന്ത് സംഭവം അന്ന് നോക്കണം. ഇവിടെ ആ സംഭവം ഇല്ല എന്തായാലും. അതിലൊക്കെ ഒരുപാട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പിള്ളേരുടെ കളിപ്പാട്ടങ്ങൾ, ഇത് ക്ലേ ആണ് കേട്ടോ. ക്ലേ ഓരോ ഇത് ക്ലേ ഇട്ട് മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം വരും. പിന്നെ ബാഗുകൾ, ലേഡീസ് ബാഗിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിലിടുന്ന ബാഗ്, പിന്നെ ഹാൻഡ് ബാഗ്, പേഴ്സുകൾ, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. വലിയ ഹാൻഡ് ബാഗ്, പിന്നെ പിള്ളേരുടെ, കുട്ടികളുടെ ഈ ബാർബിയുടെയൊക്കെ പോലത്തെ ഹാൻഡ് ബാഗ്സ് ഉണ്ട്, ബാക്കിലിടുന്ന ബാഗ്, അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ദേ ഇതൊക്കെ പിന്നെ അതേ ഇവിടെ ബാഗുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓഫറിൽ ഇട്ടേക്കുന്ന കേട്ടോ. പകുതി പൈസയാണ് അതിൻ്റെ ഓഫർ വന്നേക്കുന്നത്, 50% ഓഫർ. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ നോക്കിയാട്ടോ. അതിലൊരെണ്ണം, കാരണം എൻ്റെ ബാഗിൻ്റെ ആ ബട്ടൺ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം മേടിക്കണമെന്ന് വിചാരിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ഇത് വലിയ ബാഗാണ്, ഇതിൽ എല്ലാം പോയി. അത് ഒരെണ്ണം എടുത്തു. നല്ലോണം ഗൈസ്, നല്ലല്ലേ ഗൈസ്? അപ്പോൾ നമുക്ക് ഇതെടുക്കാം. ഇത് മാറ്റി ഒരിക്കാനില്ല. എടുത്തി കാണിച്ചാ എടുത്തോ. മാളന് ടവൽ എടുത്തോളാനൊക്കെ ഞങ്ങൾ വിചാരിച്ചു. പിന്നെ മാള് തന്നെ പറഞ്ഞു ഇതിനകത്ത് പൊടി ഉണ്ടാവും, അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അതെടുത്തില്ല കേട്ടോ. അതിനകത്ത് ആ ഒരു പാവ പോലത്തെ സാധനം കണ്ടിട്ടാണ് ആൾ നോക്കിയത്. അപ്പം അത് ജസ്റ്റ് എടുക്കാതെ. പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് മേടിച്ചു, 3 ബെഡ്ഷീറ്റ് മേടിച്ചു. നമ്മൾ പിന്നെ പേഴ്സ് ഒരെണ്ണം, ഈ കംഫോർട്ടിൻ്റെ ഒരു സാധനം മേടിച്ചു. എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി ഗൈസ്. എല്ലാം കഴിഞ്ഞ് നമ്മൾ താഴത്തെ ഫ്ലോറിലേക്ക് പോയി. ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ കേക്കുകളും അല്ലാതെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ പച്ചക്കറികൾ, സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. ഫുഡ് ഐറ്റംസിൻ്റെ അടുത്ത് ചെന്നപ്പോൾ മാളും ഡോണറ്റ് വേണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഡോണറ്റ് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബില്ലടിക്കാൻ വന്നു. അവിടെ വാച്ചുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ താഴേന്ന് ഡോണറ്റ് എടുത്തിട്ട് മുകളിലേക്ക് തന്നെ വന്ന്. അവിടെ താഴെ ഭയങ്കര തിരക്കായിരുന്നു ബില്ലിങ്ങിൽ. അപ്പം ഇവിടെ വന്ന് ബില്ലടിച്ചിട്ട് പോകുന്ന വെച്ചു. ഇവിടെ ആകുമ്പോൾ തിരക്ക് കുറവാണ് കേട്ടോ. താഴത്ത് നല്ല തിരക്കായിരുന്നു അവിടെ. അത് കാരണം ഇങ്ങോട്ട് വെക്കും. ഇത് മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫയൽ ഓപ്പൺ ചെയ്തു. ഒരു ഫയൽ മേടിച്ചു. അതിനകത്ത് കുറേ അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ മാത്രമുള്ള ഒരു ഫയൽ. നമ്മൾ കുറേ നാളായി നോക്കി കിടക്കണം. ഇപ്പോഴാണ് അത് കിട്ടിയത്. പിന്നെ നമ്മളൊരു കംഫോർട്ട് മേടിച്ചു. മാളുവിന് അലർജിക് ഇൻഫെക്ഷൻ ആണെന്നാണ് പറഞ്ഞത്. അപ്പം ബ്ലാങ്കറ്റ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞപ്പോൾ മാളുവിന് വേണ്ടിയിട്ടൊരു കംഫോർട്ട് ഇത് മേടിക്കാനായിട്ട് മെയിനായിട്ട് ഇന്ന് പോയേ. സ്റ്റിക്കർ ലേബൽ ഉണ്ട്. പിന്നെ മാളുവിന് വേണ്ടിയിട്ട് ഈ പൊടി പിടിക്കില്ലാത്ത തരം
ബെഡ്ഷീറ്റ് മേടിച്ചിട്ടുണ്ട്. 3 കളറ് ബെഡ്ഷീറ്റ് മേടിച്ചു. അവിടെ ജലദോഷം വരുന്നതിൻ്റെ കാരണം എന്തോ പൊടിയുടെ അലർജി അങ്ങനെ മൊത്തം മാവിൻ്റെ മാറ്റാൻ കിടക്കി കട്ടിലൊക്കെ വേറെ മേടിച്ച് ഓർഡർ ചെയ്തു. നമ്മൾ കട്ടിൽ ഓൾറെഡി മാളോട് പോയായിരുന്നു കേട്ടോ അല്ലേ. മൊത്തം ഇങ്ങനെ കുഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ബെഡാണെങ്കിലും അങ്ങനെ കുഴിഞ്ഞു പോയായിരുന്നു കേട്ടോ. അത് അപ്പൊ ഗൈസ് പിന്നെ എനിക്ക് ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട് പൂമ്പാറ്റയുടെ. പിന്നെ ഒരു പേഴ്സ് മേടിച്ചു കേട്ടോ. ഇത് ഓഫറിൽ കിട്ടിയതാട്ടോ. കുറച്ച് പൈസയേ ഉള്ളൂ. ബട്ടൺ പോയിരുന്നു. അപ്പോൾ ഒരു പേഴ്സ് അപ്പോൾ ഓഫറിൽ കിട്ടി കേട്ടോ. നല്ല പേഴ്സാണ്. അത് ഞാൻ ഗിഫ്റ്റ് തന്നു. നാളെ കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് തന്നു. പിന്നെ എന്താ മാളൂര് ചോക്ലേറ്റ് മിഠായി ഡോണറ്റ് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ മേടിച്ചു. ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സാധനങ്ങളാണ് പർച്ചേസിങ്ങിന് പോയി മേടിച്ചത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ. പിന്നെ ബെൽ ബട്ടൺ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ